നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം വിനു വി ജോൺ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകൻ, ചർച്ചയൊക്കെ നയിക്കുന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ വേദനയോടുകൂടി ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അതായത് അതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ: പാലം കടക്കുവോളും നാരായണ, പാലം കടന്നാൽ പിന്നെ കൂരായണ. ഇതാണ് അതിൻ്റെ രത്ന ചുരുക്കം. അതായത് നമ്മുടെ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ആള് പലപ്പോഴായി താൻ കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി പ്രചരിപ്പിക്കണം, അതല്ലെ പ്രസിദ്ധീകരിക്കണം, അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പലരെ വിളിച്ചുകൊണ്ടേയിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മാത്യു കുഴൽനാടന് ചാനലുകാർ, ഈ പറയുന്ന അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്നുള്ള തലത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ പറയുന്ന ഒരു പത്രസമ്മേളനത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു, ഇങ്ങനെയാണ്: നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അതായത് മുഖ്യമന്ത്രി ചർച്ചയൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു, മന്ത്രിമാരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. മാത്യു കുഴൽനാടനാണെങ്കിൽ ചോദിക്കുന്നു, ലീഗിന് എന്താണ് അവകാശം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ പ്രസ്താവിക്കാൻ? ലീഗ് പോയ കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ലെന്നേ. വെറും 63 MLA ഉള്ളൂ കോൺഗ്രസ്സിന്. അപ്പോൾ ലീഗ് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അത് വേറൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ലീഗിനെ പിണക്കണ്ട മാത്യു കുഴൽനാട, ലീഗ് അവിടെ തന്നെ നിന്നോട്ടെ. ഇനി വിദ്യാഭ്യാസമോ ആരോഗ്യമോ എന്തെങ്കിലുമൊക്കെ വകുപ്പുകൾ എടുത്ത് അവരെ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന പോലെ മാധ്യമപ്രവർത്തകരെ സ്വാധീനിച്ചുകൊണ്ട്, അതായത് ഈ വിനു വി ജോണിൻ്റെ ആ വാക്കുകളെല്ലാം ഉണ്ട്. അതായത് ഈ കഴിഞ്ഞ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF വൻ വിജയം നേടിയെടുക്കുന്നതിനാവശ്യമായ എല്ലാ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ഇവിടെ കോപ്പ് കൂട്ടിയത് വലതുപക്ഷ മാധ്യമങ്ങളായിരുന്നു എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് വിനു വി ജോൺ ചെയ്യുന്നത്. അതായത് നുണ പ്രചരിപ്പിക്കേണ്ടടുത്ത് വളരെ കൃത്യമായി നുണ പ്രചരിപ്പിച്ചു, വർഗീയത പ്രചരിപ്പിക്കേണ്ടടുത്ത് ഒട്ടും ശോഭ കെടാത്ത രീതിയിൽ വർഗീയത മാന്യമായ രീതിയിൽ പ്രചരിപ്പിച്ചു. സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കള്ളപ്രചരണം നടത്തേണ്ട സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്തു. മുഖ്യമന്ത്രിയെ ഇകഴ്ത്തി കാണിക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനും ചെയ്തു. ഇവിടുത്തെ ഏതെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ വിളിച്ചു പറയുന്ന ഇല്ലാവചനങ്ങൾ സംപ്രേഷണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഇടത് സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി വലതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു എടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ പണി എടുത്തു കഴിഞ്ഞിരിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ എന്നുള്ള ഒരു ധ്വനിപ്പിക്കൽ ആ വാക്കുകളിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇത്രയൊക്കെ കൊള്ളരുതായ്മകളും ഇത്ര കുൽസിത പ്രവർത്തനങ്ങളും കുത്തിത്തിരിപ്പുമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നിട്ടും ഏറ്റവും ഒടുവിൽ ഞങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവോ എന്നുള്ളതാണ് ശ്രീ വിനു വി ജോണിൻ്റെ പരാതി. സത്യമല്ലേ? ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ VD സതീശൻ രാവിലെ എന്ത് പറയുന്നു, ഉച്ചയ്ക്ക് എന്ത് പറയുന്നു, വൈകിട്ട് എന്ത് പറയുന്നു? രമേശ് ചെന്നിത്തല രാവിലെ എന്ത് പറയുന്നു, ഉച്ചയ്ക്ക് എന്ത് പറയുന്നു, വൈകിട്ട് എന്ത് പറയുന്നു? ഇതും പോരാഞ്ഞ് ഡൽഹി കിടക്കുന്ന K സുധാകരൻ, ചെവി പോലും മര്യാദയ്ക്ക് കേൾക്കാത്ത ആ മനുഷ്യൻ എന്ത് പറയുന്നു എന്നുള്ളത് ചോദിക്കാനാണ് ഡൽഹിയിലൊരു വിഭാഗം ആൾക്കാർ. KC എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി അങ്ങനെ കയറി ഇറങ്ങാവുന്നിടത്തെല്ലാം കയറി ഇറങ്ങി ഇടതുപക്ഷത്തിനെതിരായി ചെയ്യാവുന്നതിൻ്റെ അങ്ങേ അറ്റത്തെ കുത്തിത്തിരിപ്പ് വരെ ഉണ്ടാക്കി. ആ രീതിയിലാണല്ലോ ഇവിടുത്തെ മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ വലതുപക്ഷ മാധ്യമപ്രവർത്തനം അരങ്ങേറിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം ഈ പറയുന്ന ശബരിമലയിലുണ്ടായ വിഷയം, അതായത് ശബരിമലയിൽ യുവതീ പ്രവേശനവുമായുള്ള ഒരു വിഷയത്തെ കേരളമൊട്ടുക്ക് കലാപ സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നയിച്ചത് ഒരൊറ്റ മാധ്യമം വിചാരിച്ചിട്ടാണ്. അതേതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ? അപ്പോൾ അങ്ങനെ ഒരു മാധ്യമത്തിന് ഈ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു നാട്ടിലൊരു കലാപാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നതിന് കാരണമായി മാറാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അറിയാമല്ലോ, വലതുപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പ്രയോഗിക്കാൻ കഴിയുന്ന അങ്ങേയറ്റത്തെ കള്ളപ്രചരണങ്ങളും വർഗീയ പ്രചരണങ്ങളും വരുത്തി തീർക്കുന്നതും സർക്കാരിനെതിരായി വലിയ ഊർജ്ജസ്വലതയോടുകൂടി വാർത്തകൾ കൊടുക്കാനും കഴിഞ്ഞവരുമാണ് മാധ്യമങ്ങളെന്ന്. അതിൽ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. കോൺഗ്രസിനെതിരായി എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ VD സതീശൻ അങ്ങ് മംഗലാപുരത്ത് പോയി JDSൻ്റെ നേതാവിനെ പോയി കണ്ടിട്ട് വന്നിട്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ച വയ്ക്കാഞ്ഞത്? അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾക്കൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ പങ്ക് കൊടുക്കുന്നില്ല. വലതുപക്ഷ മാധ്യമങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി VD സതീശൻ പറയുന്നതും രമേശ് ചെന്നിത്തല പറയുന്നതും യാതൊരു ഒളിയും മറയും ഇല്ലാതെ കൊടുക്കുകയും മുഖ്യമന്ത്രി പറയുന്നതിനെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാർ പറയുന്നതിനെയോ വക്രീകരിച്ചുകൊണ്ടും വളച്ചൊടിച്ചും കൊടുത്തുകൊണ്ടും ഈ നാട്ടിൽ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ആ മാധ്യമപ്രവർത്തകരെയാണ് കോൺഗ്രസിൻ്റെ മാത്യു കുഴൽനാടൻ പുല്ലുപോലെ തള്ളി പറഞ്ഞിരിക്കുന്നത്.
ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും മാധ്യമപ്രവർത്തകർ കൊള്ളരുതാത്തവരും കൺഫ്യൂസ് ചെയ്യുന്നവരുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മാത്യു കുഴൽനാടൻ്റെ അഭിപ്രായം. ഇത്ര ഭംഗിയുള്ള അഭിപ്രായം അല്ലേ? അപ്പം ഇതിൽ വേദനയുണ്ടാവും വിനോദ് ജോണിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ. കാരണം എന്താണ്, ഒരു ചാനൽ ചർച്ച വിളിച്ചു കഴിഞ്ഞാൽ ഒരു LDF പ്രതിനിധിയെ നേരിടാൻ വേണ്ടി വലതു നിരീക്ഷകൻ ഉണ്ടാവും, UDF നേതാവ് ഉണ്ടാവും, ഒരു മുസ്ലിം ലീഗുകാരനുണ്ടാവും, ഇനിയും മറ്റൊരു BJP കാരനുണ്ടാവും. അതിനിടയിൽ പ്രതിസന്ധിയിലാവുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികൻ മാത്രമായിരിക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ പലപ്പോഴും ഈ വലതുപക്ഷ മാധ്യമങ്ങളിലെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ 4 പുറത്തു നിന്നുള്ള അടി മേടിച്ചിട്ട് ഇത് സോഷ്യൽ മീഡിയയിലിട്ട് ഈ പറയുന്ന പോലെ പിന്നെ ഏത് മാധ്യമമാണോ അതിൻ്റെ പൊളിറ്റിക്സ് അനുസരിച്ചിട്ടുള്ള സൈബർ അക്രമങ്ങൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ദാ അടുത്ത ആള് അമ്പലപ്പുഴയിലെ ജനകീയ സ്വാതന്ത്ര്യൻ, ജനകീയ തേർഡ് റേറ്റ് മാധ്യമം എന്ന് വിളിച്ചു. തേർഡ് റേറ്റ് മാധ്യമ പ്രവർത്തനം. അല്ലയോ ജി സുധാകരൻ ജി, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തനം തേർഡ് റേറ്റ് മാധ്യമ പ്രവർത്തനമായി മാറുന്നത്? നിങ്ങൾ സ്ഥാനാർത്ഥിയാകുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ആലോചിച്ചുറപ്പിച്ചതിന് ശേഷം ജനലിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഭാര്യ പറഞ്ഞു തരുന്നത് അക്ഷരം പ്രതി വള്ളി പുള്ളി തെറ്റാതെ വന്നിരുന്ന് പറഞ്ഞപ്പോൾ ഇതേ മാധ്യമങ്ങൾ തന്നെ വേണമായിരുന്നു. അതായത് അങ്ങയുടെ ഭാര്യ പത്നി ഈ പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ, തേർഡ് റേറ്റ് മാധ്യമ പ്രവർത്തനം. ഈ തേർഡ് റേറ്റ് മാധ്യമങ്ങൾ തന്നെയാണ് സർ ഈ പറയുന്ന വിവരം ജനങ്ങളിലേക്ക് എത്തിച്ചത്. നിങ്ങൾ പറയുന്ന ഓരോന്നും ജനങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന പല വിഷമതകളും ഈ പറയുന്ന സർക്കാരിലേക്കും ജനങ്ങളിലേക്കും ഒക്കെ എത്തിച്ചതും ഒടുവിൽ UDFൻ്റെ കണ്ണിലേക്ക് നിങ്ങൾ വന്ന് പെട്ടതും ഇതേ തേർഡ് റേറ്റ് മാധ്യമങ്ങൾ കാരണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളോട് പുച്ഛം. ഈ പറയുന്ന ഇതിനകത്തൊരു ഇരട്ടത്താപ്പുണ്ടെന്നേ. വലതുപക്ഷക്കാർ മാധ്യമങ്ങളെ അടച്ചാക്ഷേപിച്ചാൽ പോലും മാധ്യമങ്ങൾ കുറ്റം പറയത്തില്ല. നിങ്ങളെ എൻ്റെ പത്രസമ്മേളനത്തിൽ നിന്ന് ഇറക്കി വിടുമെന്ന് VD സതീശൻ പറഞ്ഞാൽ പഞ്ചപുച്ഛം അടക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട് നമ്മുടെ നാട്ടിൽ. അതേസമയം വിളിക്കാത്തടത്ത് കയറി ചെന്ന് കൊടുക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനോട് കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ ആ പിണറായി വിജയൻ ധാർഷ്ട്യക്കാരൻ, ശാഠ്യക്കാരൻ, ദുർവാശിയുള്ളവൻ, മനുഷ്യനോട് പെരുമാറാൻ അറിയാൻ വയ്യാത്ത ദേഷ്യക്കാരനായ മനുഷ്യനായി മാറുന്നു. ഇയാളൊക്കെ എങ്ങനെ മുഖ്യമന്ത്രിയായി എന്ന് അതേ മാധ്യമങ്ങൾ ചോദിക്കും. എന്നാൽ വിളിച്ചു കൂട്ടിയ ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോകൂ, നിങ്ങളെ ഞാൻ ഇറക്കി വിടും എന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാൻ ഒരു മാധ്യമപ്രവർത്തകനും ഉണ്ടായില്ല. അന്നേരം VD സതീശൻ ധാർഷ്ട്യമില്ല. VD സതീശൻ നല്ല പിള്ളയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ മാധ്യമങ്ങൾക്കിടയിലുള്ള ഈ വലതു മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഇടയിലുള്ള ചെറിയ പ്രശ്നങ്ങൾ. അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ കൊള്ളില്ല. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, ഈ പറയുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ധാർഷ്ട്യക്കാരനാണെന്നും മുൻശുണ്ടിക്കാരനാണെന്നുമുള്ള കാര്യം കേരളത്തിലുള്ള സകലമാന ആൾക്കാർക്കും അറിയാം. എന്നിട്ട് പോലും ഈ മാധ്യമപ്രവർത്തകരെ തേർഡ് റേറ്റ് മാധ്യമപ്രവർത്തകൻ എന്ന് വിളിച്ച ഈ ജി സുധാകരനെതിരായിട്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മിണ്ടാതിരുന്നത്? അതിനിടയ്ക്ക് ആ ടീച്ചർ, അതായത് ജി സുധാകരൻ്റെ ഭാര്യ, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നീ നല്ലതൊന്നും പഠിപ്പിച്ചില്ല. എന്താ മാധ്യമപ്രവർത്തനം നല്ലത് പഠിക്കാൻ അല്ലെങ്കിൽ നല്ലതല്ലേ ജി സുധാകരൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ? അപ്പം ഇതാണ് നേരത്തെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പാലം കടക്കുവോളോ നാരായണ, അത് കഴിഞ്ഞാൽ കൂരായണ. ഇതാണ് കേരളത്തിലെ ഒരു വലത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു പൊതുരീതി. ഇനി മാധ്യമപ്രവർത്തകരെ കണ്ണി കണ്ടാൽ കൊള്ളൂല, അവരുടെ നേരെ ചാടിക്കയറ്റം, അവരെ അടിച്ചോടിച്ചു വിടൽ, ഇതൊക്കെ പതിവ് രാഷ്ട്രീയ ഗിമിക്സായി മാറുന്ന ഒരു കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ഇപ്പം അവരങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. കാരണം അവർക്കിടയിൽ നടക്കുന്ന എന്താണ്? തമ്മിൽ തല്ല്. ഇനിയിപ്പോൾ ഒരു കസേര ഇട്ടിട്ട് 3 പേര് ഇപ്പോൾ ചുറ്റിനും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുക, ഹൈക്കമാൻഡ് വിസിലടിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുന്നവരുടെ ഇടയിലേക്ക് മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ തെറ്റിപ്പോയെന്നിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരവസ്ഥ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.